മുളങ്കാടിന്റെ കുഞ്ഞു കാവൽക്കാരൻ. ഹിമാലയൻ താഴ്വരകളിൽ നിന്നുള്ള ഒരു അതിജീവന ഗാഥ. മഞ്ഞുമലകളുടെ രഹസ്യം. കിഴക്കൻ ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ മലനിരകളിൽ മേഘങ്ങൾ പൈൻമരങ്ങൾക്കിടയിൽ ഒരു പുതപ്പ് പോലെ ഉറങ്ങുന്നിടത്ത്, തണുത്ത പുഴകൾ കല്ലുകളെ തൊട്ടുരുമ്മി മൃദുവായി ഒഴുകുന്നിടത്ത് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായൊരു രഹസ്യം ജീവിച്ചിരുന്നു. ചുവപ്പും വെളുപ്പും കലർന്ന രോമക്കുപ്പായമണിഞ്ഞ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു ചെറിയ ചുവന്ന പാണ്ടയായിരുന്നത്. ഈ കുഞ്ഞു ജീവി ഒരു കടുവയെപ്പോലെ വലുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടിൽ ആരും അതിനെ ഭയന്നിരുന്നില്ല. ഒരു കുരങ്ങിനെപ്പോലെ ശബ്ദമുണ്ടാക്കി കാടിനെ വിറപ്പിക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. ആനയെപ്പോലെ വലിയ മരങ്ങൾ മറിച്ചിടാനുള്ള കരുത്തും അതിനില്ലായിരുന്നു. വളരെ ശാന്തനും ഏകാഗിയുമായൊരു സഞ്ചാരിയായിരുന്നു അവൻ. പക്ഷേ ആ വിശാലമായ ഹിമാലയൻ കാടുകളിലെ ഓരോരോ മരങ്ങൾക്കും ഓരോ ഇലകൾക്കും ഒഴുകുന്ന കാട്ടിനും ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഈ ചെറിയ ചുവന്ന പാണ്ട ആ കാടിൻ്റെ നിശബ്ദനായ കാവൽക്കാരനായിരുന്നു. പ്രകൃതിയുടെ അതിലോലമായ സമതുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്ന കാടിൻ്റെ സ്വന്തം കുഞ്ഞു കാവൽക്കാരൻ. സന്ധ്യയുടെ ഉണർവും പ്രകൃതിയുടെ രൂപകൽപ്പനയും ഓരോ സന്ധ്യയിലും. സ്വർണ്ണ നിറമുള്ള സൂര്യൻ അതിവിദൂരമായ മഞ്ഞുമലകൾക്കപ്പുറം പതുക്കെ മറയുമ്പോൾ കാട് പതിയെ നിശബ്ദമാകും. പകൽ സഞ്ചരിക്കുന്ന പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങും. ആ സമയത്താണ് നമ്മുടെ കുഞ്ഞു നായകൻ തൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ തുറക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ചുവന്ന പാണ്ടകൾ ക്രപ്പസ്കുലർ ജീവികളാണ്. അതായത് പുലർച്ചെയും സന്ധ്യാസമയത്തുമാണ് അവ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. ഇരുട്ട് വീഴുന്നതോടെ അവൻ്റെ രഹസ്യയാത്രകൾ തുടങ്ങുകയായി. മരക്കൊമ്പിലെ സുരക്ഷിതമായ ഉറക്കത്തിൽ നിന്ന് അവൻ പതുക്കെ എഴുന്നേറ്റു. തൻ്റെ മൃദുവായ കൈകൾ മുന്നോട്ട് നീട്ടി ശരീരം വില്ലുപോലെ വലിച്ചു നീട്ടി. കട്ടിയുള്ള രോമങ്ങൾ ഒന്ന് കുലുക്കി. ആ മലനിരകളിലെ കാറ്റ് അസ്ഥി തുളയ്ക്കുന്നത്ര തണുത്തതായിരുന്നു. പക്ഷെ പ്രകൃതി അവനെ ആ തണുപ്പിനെ നേരിടാൻ സജ്ജനാക്കിയിരുന്നു. അവനെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ ഏറ്റവും സഹായിച്ചിരുന്നത് വട്ടവളയങ്ങളുള്ള അവൻ്റെ മനോഹരമായ വാലായിരുന്നു. അത് വെറുമൊരു വാലല്ല. മരക്കൊമ്പുകളിൽ ഉറങ്ങുമ്പോൾ ഒരു ചൂടുള്ള കമ്പിളിപ്പുതപ്പ് പോലെ ശരീരത്തിനും മുഖത്തിനും ചുറ്റും ചുരുട്ടിവെക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ ഒരു പുതപ്പായിരുന്നു അത്. ഉയർന്ന മരക്കൊമ്പുകളിലൂടെ അതിവേഗം നടക്കുമ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനും ആ നീളൻ വാൽ അത്യാവശ്യമാണ്. തണുത്ത മലക്കാറ്റ് വീശിയടിച്ചെങ്കിലും അവൻ യാത്രയ്ക്ക് തയ്യാറായിരുന്നു. അവൻ്റെ കട്ടിയുള്ള ഇരുണ്ട ചുവപ്പു നിറമുള്ള രോമങ്ങൾ വെറുമൊരു ഭംഗി മാത്രമല്ല, കാട്ടിലെ മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചുവന്ന പായലുകൾക്കിടയിൽ അവനെ ഒളിപ്പിച്ചു നിർത്തുന്ന ഒരു കവചം കൂടിയാണ്. മഞ്ഞുമലകളിലെ പുള്ളിപ്പുലികളിൽ സ്നോ ലിയോപാർഡ്സ് നിന്ന് രക്ഷ നേടാൻ ഈ നിറം അവനെ സഹായിക്കുന്നു. അവൻ്റെ പാദങ്ങളുടെ അടിയിൽ പോലും രോമങ്ങളുണ്ട്. ഇത് തണുത്ത മഞ്ഞിലൂടെ നടക്കുമ്പോൾ ചൂട് നൽകാനും വഴുക്കളുള്ള നനഞ്ഞ മരക്കൊമ്പുകളിൽ ഗ്രിപ്പ് കിട്ടാനും സഹായിക്കുന്നു. മൂർച്ചയുള്ള പാതി ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്ന നഖങ്ങൾ പച്ചപ്പുള്ള കൊമ്പുകളിൽ അവൻ ഉറച്ചു പിടിച്ചു. മനുഷ്യർക്കും മറ്റു ചുരുക്കം ചില മൃഗങ്ങൾക്കും മാത്രമുള്ളതുപോലെ അവനൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. മുളത്തണ്ടുകൾ മുറുകെ പിടിക്കാൻ സഹായിക്കുന്ന കള്ളവിരൽ, ഫോൾസ് തമ്പ് എന്നറിയപ്പെടുന്ന ഒരു അധിക വിരൽ. യഥാർത്ഥത്തിൽ ഇതൊരു വിരലല്ല, മറിച്ച് പരിണമിച്ചുണ്ടായ ഒരു വലിയ കൈക്കുഴയല്ലാണ്. പ്രകൃതി എത്ര സൂക്ഷ്മമായാണ് ഓരോ ജീവിയെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായിരുന്നു അവൻ. കാടിൻ്റെ ഹൃദയത്തിലൂടെയുള്ള യാത്രയും ഭക്ഷണവും. അവൻ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അനായാസം കയറി നീങ്ങി. താഴേക്കിറങ്ങുമ്പോൾ അവൻ്റെ പിൻകാലുകളിലെ കണങ്കാലുകൾ 180 ഡിഗ്രി വരെ തിരിക്കാൻ അവന് കഴിയുമായിരുന്നു. തലകീഴായി മരത്തിൽ നിന്ന് താഴേക്കിറങ്ങാൻ കഴിവുള്ള ചുരുക്കം ചില ജീവികളിലൊന്നാണ് ചുവന്ന പാണ്ട. പച്ചക്കാട്ടിലൂടെ അവൻ സഞ്ചരിക്കുന്നത് കണ്ടാൽ മരങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ ചുവന്ന തീജ്വാല ഒഴുകി നടക്കുന്നത് പോലെ തോന്നും. ഇന്ന് രാത്രി എനിക്ക് ഏറ്റവും പുതുമയുള്ള ഇളം മുളയിലകൾ കണ്ടെത്തണം, അവൻ തൻ്റെ ഉള്ളിൽ പറഞ്ഞു. മുളയായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം, അവൻ്റെ ജീവൻ്റെ ആധാരം. ഭക്ഷണത്തിൻ്റെ 98% മുളയിലകളും ഇളം മുളക്കൊമ്പുകളും തന്നെ. മുളയിൽ പോഷകങ്ങൾ വളരെ കുറവായതിനാൽ
ഒരു ദിവസം ജീവൻ നിലനിർത്താൻ അവന് തന്റെ ശരീരഭാരത്തിന്റെ 1/3 വരുന്നത്ര മുളയിലകൾ കഴിക്കേണ്ടതുണ്ട്. അതിനായി ഒരു ദിവസത്തിന്റെ പകുതിയിലധികം സമയവും അവൻ ഭക്ഷണം തേടിയാണ് ചിലവഴിക്കുന്നത്. വസന്തകാലത്ത് ചിലപ്പോൾ അവൻ മധുരമുള്ള കാട്ടുപഴങ്ങൾ, കിഴങ്ങുകൾ, അക്കോൺകായകൾ, പക്ഷികളുടെ മുട്ടകൾ, ചിലപ്പോൾ ചെറിയ പ്രാണികൾ എന്നിവയും കഴിക്കാറുണ്ട്. ഇലകളുടെയും മണ്ണിലെ ഈർപ്പത്തിന്റെയും ഗന്ധം പിടിച്ച് അവൻ മുളങ്കാടിന്റെ ഉള്ളറകളിലൂടെ പതുക്കെ നടന്നു. രാത്രിയുടെ ഓരോ നേരിയ ശബ്ദങ്ങളും ആ കൂർത്ത ചെവികൾ ഒപ്പിയെടുത്തു. അത് അവന്റെ സാമ്രാജ്യമായിരുന്നു, അവന്റെ സ്വന്തം വീട്. മരങ്ങളിൽ വസിക്കുന്ന ഈ ഏകാന്ത സഞ്ചാരിക്ക് അതിർത്തികളില്ലായിരുന്നു. തണുത്ത കാറ്റുവീശുന്ന പർവ്വതനിരകൾ, തെളിഞ്ഞ സ്ഫടികം പോലെയുള്ള പുഴകൾ, റൊഡോഡെൻഡ്രോൺ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താഴ്വരകൾ, ആകാശം മുട്ടി നിൽക്കുന്ന പച്ചയായ മുളംകൂട്ടങ്ങൾ, ദൂരത്തുനിന്ന് കാവൽ നിൽക്കുന്ന ഹിമാലയൻ മഞ്ഞുമലകൾ, ഇതെല്ലാം ചേർന്നതായിരുന്നു അവന്റെ ലോകം. മാറുന്ന ലോകവും ഒരു വലിയ ഭീഷണി. പക്ഷേ കാലം മാറുകയായിരുന്നു, ഒപ്പം അവന്റെ വീടും. ഒരു രാത്രി പതിവ് പോലെ തന്റെ പ്രിയപ്പെട്ട ഇളം മുളയിലകൾ തേടി ഒരു വലിയ ഓക്ക് മരത്തിലേക്ക് കയറുമ്പോൾ അവൻ പെട്ടെന്ന് നിന്നുപോയി. അവന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. തൊട്ടടുത്ത് ഒരു വലിയ മരം നിലംപതിച്ച് കിടക്കുന്നു. അത് കാറ്റടിച്ച് വീണതായിരുന്നില്ല. മരം പ്രായമായി ഒടിഞ്ഞു വീണതുമായിരുന്നില്ല. അതിന്റെ ചുവട്ടിലെ മുറിപ്പാടുകൾ വ്യക്തമായിരുന്നു. ആരോ അത് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിമാറ്റിയിരിക്കുന്നു. അവൻ ഭയത്തോടെ ചുറ്റും നോക്കി. കാട് മുമ്പത്തെ പോലെ സുരക്ഷിതമായി തോന്നിയില്ല. അവൻ ഓരോ സന്ധ്യയിലും മരക്കൊമ്പുകളിലൂടെ നടന്നു പോകുന്ന ആകാശവഴികൾ ഇപ്പോൾ പൊട്ടിത്തെറിച്ചു പോയിരിക്കും. ഒരു മരത്തിൽ നിന്ന് അടുത്തതിലേക്ക് ചാടാൻ കഴിയാത്ത വിധം കാടിന്റെ തുടർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷികൾ പലതും ആ പ്രദേശം വിട്ടുപോയിരിക്കുന്നു. ഏറ്റവും പൊള്ളമാര്യം അവന്റെ ലധികം വെട്ടിമാറ്റപ്പെട്ടിരുന്നു. പകൽ സമയത്ത് അവിടെ ഉയർന്നിരുന്ന അപരിചിതമായ യന്ത്രങ്ങളുടെ ശബ്ദവും പുകയുടെ ഗന്ധവും അവനെ അസ്വസ്ഥനാക്കിയിരുന്നു. മുതിർന്ന പാണ്ഡയുടെ ജ്ഞാനവചനങ്ങൾ തന്റെ വഴി നഷ്ടപ്പെട്ടവൻ അല്പം മാറി നിൽക്കുന്ന പ്രായമേറിയ ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് കയറി. അവിടെ മുഖത്ത് കാലത്തിന്റെ അടയാളങ്ങളുള്ള, രോമങ്ങളുടെ തിളക്കം അല്പം മങ്ങിയ, പ്രായമായ മറ്റൊരു ചുവന്ന പാണ്ഡ അവനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. കാടിന്റെ മാറ്റങ്ങൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു അനുഭവസ്ഥനായിരുന്നു അദ്ദേഹം. ചെറുപ്പക്കാരനായ പാണ്ഡയുടെ കണ്ണുകളിലെ ഭയം കണ്ട് ആ മുതിർന്ന പാണ്ഡ മൃദുവായി എന്നാൽ ഗൗരവത്തോടെ പറഞ്ഞു, ഇതിനെയാണ് ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്ന് മനുഷ്യർ വിളിക്കുന്നത്. മരങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ആകാശവഴികളും ഇല്ലാതാകുന്നു. നോക്കൂ, വലിയൊരു കാട് ഇപ്പോൾ ചെറിയ ചെറിയ തുണ്ടുകളായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ കാട് വിഭജിക്കപ്പെടുമ്പോൾ നമുക്ക് ഭക്ഷണം തേടാൻ ദൂരേക്ക് പോകാൻ കഴിയില്ല. മറ്റ് പാണ്ഡകളെ കണ്ടെത്താനും നമുക്കാവില്ല. ഇവിടുത്തെ നമ്മുടെ ജീവിതം അതിവേഗം അപകടത്തിലാകുകയാണ്. യുവാവായ പാണ്ഡ തന്റെ ചെറിയ കൈകളിലേക്കും മൂർച്ചയുള്ള നഖങ്ങളിലേക്കും നോക്കി. ഒരു വലിയ സങ്കടം അവനെ പൊതിഞ്ഞു. എന്നെപ്പോലൊരു ചെറിയ ജീവി ഇത്ര വലിയ കാടിനെ എങ്ങനെ രക്ഷിക്കും? എനിക്ക് ആനയുടെ വലിപ്പമോ സിംഹത്തിന്റെ ശബ്ദമോ ഇല്ലല്ലോ, അവൻ നിരാശയോടെ ചോദിച്ചു. മുതിർന്ന പാണ്ഡ സ്നേഹത്തോടെയും എന്നാൽ അഭിമാനത്തോടെയും പുഞ്ചിരിച്ചു. ചെറിയ ജീവികൾക്കും വലിയ സന്ദേശങ്ങൾ വഹിക്കാൻ കഴിയും. നീ വെറുമൊരു മൃഗമല്ല, നീ ഈ കാടിന്റെ ജീവനാഡിയാണ്. നീ ഇവിടുത്തെ സൂചക ജീവിയാണ്. ഒരു വലിയ സത്യത്തിന്റെ തിരിച്ചറിവ് അടുത്ത രാവിലെ, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള മങ്ങിയ വെളിച്ചത്തിൽ, ആ കുഞ്ഞു നായകൻ കാട്ടിലെ ഏറ്റവും ഉയർന്ന ഒരു പൈൻമരത്തിന്റെ കൊമ്പിലേക്ക് കയറി. അവിടെ നിന്ന് നോക്കിയാൽ അവന് ദൂരെയായി അതിർത്തികളില്ലാതെ നീളുന്ന ഹിമാലയൻ നിരകൾ കാണാമായിരുന്നു. നേപ്പാളിലെ മലനിരകൾ, ഭൂട്ടാന്റെ താഴ്വരകൾ, ഇന്ത്യയിലെ സിക്കിമും അരുണാചൽ പ്രദേശും, മ്യാൻമറിന്റെ കാടുകൾ,
തെക്ക് പടിഞ്ഞാറൻ ചൈനയുടെ അതിരുകൾ എന്നിവിടങ്ങളിലേക്ക് വരെ നീളുന്ന ചുവന്ന പാണ്ടകളുടെ വിശാലമായ ലോകം. അത് അതിമനോഹരമായിരുന്നു, പുരാതനമായിരുന്നു, പ്രകൃതിയുടെ അത്ഭുതമായിരുന്നു. പക്ഷേ ആ നിമിഷം അവൻ മനസ്സിലാക്കി, അത് വളരെ നിസ്സഹായവുമായ ഒരു ലോകമാണെന്ന്. ഇന്ന് ആ വലിയ ഭൂഖണ്ഡത്തിൽ വെറും 10,000-ൽ താഴെ ചുവന്ന പാണ്ടകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ചൂട് കൂടുമ്പോൾ അവർക്ക് കൂടുതൽ തണുപ്പുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറേണ്ടി വരുന്നു. എന്നാൽ അവിടെ വേണ്ടത്ര മുളങ്കാടുകളില്ല. മനുഷ്യന്റെ വികസനങ്ങളും വനനശീകരണവും അലഞ്ഞുതിരിയുന്ന നായ്ക്കളുടെ ശല്യവും അവരുടെ എണ്ണം നാൾക്കുനാൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ ഉയർന്ന മരക്കൊമ്പിലിരുന്ന് അവൻ ആ വലിയ സത്യം പൂർണ്ണമായും ഉൾക്കൊണ്ടു. അവൻ വെറുതെ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് നടക്കുന്ന, കാണാൻ ഭംഗിയുള്ളൊരു കുഞ്ഞു മൃഗം മാത്രമല്ല, അവൻ കാടിന്റെ ആരോഗ്യത്തിന്റെ അടയാളമാണ്. ചുവന്ന പാണ്ടകൾ സുരക്ഷിതരാണെങ്കിൽ അതിനർത്ഥം അവിടുത്തെ മുളങ്കാടുകളും സുരക്ഷിതമാണെന്നാണ്. മുളങ്കാടുകൾ സുരക്ഷിതമാണെങ്കിൽ ആ കാട്ടിലെ ലക്ഷക്കണക്കിന് പക്ഷികളും കീടങ്ങളും അപൂർവ സസ്യങ്ങളും സുരക്ഷിതരാണ്. കാടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുത്ഭവിക്കുന്ന പുഴകൾ വറ്റില്ല. ആ പുഴകൾ താഴെയുള്ള മനുഷ്യരുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ജീവജലമെത്തിക്കും. അതായത് ആത്യന്തികമായി കാടുകൾ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ മനുഷ്യരുൾപ്പെടെയുള്ള ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഭാവി സുരക്ഷിതമാകൂ. അവൻ കാടിന്റെ വെറുമൊരു മൃഗമായിരുന്നില്ല, ഭൂമിയുടെ ശ്വാസകോശത്തിന്റെ കാവൽക്കാരനായിരുന്നിരുന്നു. മനുഷ്യനുമായുള്ള കണ്ടുമുട്ടൽ ആ സന്ധ്യയിലും അവൻ തന്റെ പതിവ് യാത്ര തുടർന്നു. തന്റെ കടമകളിൽ നിന്ന് പിന്മാറാൻ അവൻ ഒരുക്കമായിരുന്നില്ല. തിരിയാൻ കഴിവുള്ള കണങ്കാലുകൾ ഉപയോഗിച്ച് അവനൊരു കൊമ്പിൽ നിന്ന് താഴേക്ക് സൂക്ഷിച്ചിറങ്ങി. വളയങ്ങളുള്ള ആ വലിയ വാൽ ബാലൻസ് നിലനിർത്താനായി പിന്നിൽ പതുക്കെ ആടിക്കൊണ്ടിരുന്നു. പെട്ടെന്നവൻ നിശ്ചലനായി. താഴെ കാട് കാണാൻ വന്ന ഒരു കൂട്ടം മനുഷ്യർ നടന്നു പോകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ മനുഷ്യരുടെ ഒരു ചെറിയ കുട്ടിയുമുണ്ടായിരുന്നു. കാടിന്റെ ഭംഗി ആസ്വദിച്ച് നടന്ന ആ കുട്ടി പെട്ടെന്ന് മുകളിലേക്ക് നോക്കി. ഇലകൾക്കിടയിലൂടെ അവൾ ആ ചുവന്ന ജീവിയെ കണ്ടു. അവളുടെ കണ്ണുകൾ വിടർന്നു. കുട്ടി അത്ഭുതത്തോടെ ശബ്ദം താഴ്ത്തി തൻ്റെ അച്ഛനോട് പറഞ്ഞു, "നോക്കൂ, അവിടെയൊരു ചുവന്ന പാണ്ട്." ആ കുഞ്ഞു കാവൽക്കാരൻ മരക്കൊമ്പിലിരുന്ന് താഴേക്ക് ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അല്പനേരം കാടും മനുഷ്യലോകവും തമ്മിൽ നിശബ്ദമായി, എന്നാൽ ആഴത്തിൽ സംവദിച്ചു. ആ കുട്ടി മറ്റു മനുഷ്യരെ പോലെ അവനു നേരെ കല്ലെറിഞ്ഞില്ല, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവനെ ഭയപ്പെടുത്തിയില്ല. അവൾ തികഞ്ഞ അത്ഭുതത്തോടെയും ആദരവോടെയും ആ കാടിന്റെ കാവൽക്കാരനെ നോക്കി നിന്നു. ആ നിമിഷം ആ കൊച്ചു പാണ്ട മനുഷ്യവർഗത്തോടാകെ മനസ്സിൽ ഇങ്ങനെ പറയുകയായിരുന്നു, "എന്നെ സുന്ദരനായതുകൊണ്ട് മാത്രം നിങ്ങളുടെ കാമറകളിൽ പകർത്താൻ വേണ്ടി മാത്രം സംരക്ഷിക്കരുത്. എൻ്റെ ഈ കാട് ഭൂമിക്ക് ജീവൻ നൽകുന്നതിനാലാണ് നിങ്ങൾ എന്നെ സംരക്ഷിക്കേണ്ടത്. എൻ്റെ മുളങ്കാടുകളെ സംരക്ഷിക്കുക, അത് ഈ മണ്ണിനെ പിടിച്ചു നിർത്തുന്നു. ഈ മഞ്ഞുമലകളെ സംരക്ഷിക്കുക, അത് നിങ്ങളുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഇവിടുത്തെ പുഴകളെ സംരക്ഷിക്കുക, അത് നിങ്ങളുടെ ദാഹം അകറ്റുന്നു രക്ഷിക്കുക." എന്നതിനർത്ഥം നിങ്ങളുടെ തന്നെ ഭാവിയെ സംരക്ഷിക്കുക എന്നതാണ്. നിശബ്ദമായൊരു പ്രാർത്ഥന മനുഷ്യർ നടന്നകന്നു. കാട്ടിൽ വീണ്ടും ശാന്തത പടർന്നു. പൂർണ്ണചന്ദ്രൻ ഹിമാലയൻ കൊടുമുടികൾക്ക് മുകളിൽ ഒരു വലിയ വെള്ളിവിളക്ക് പോലെ ഉയർന്നു വന്നു. ആ വെളിച്ചത്തിൽ മഞ്ഞുമലകൾ തിളങ്ങി. തണുപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. അവനുയർന്ന സുരക്ഷിതമായൊരു കൊമ്പിൽ ചുരുണ്ടുകിടന്നു. തൻ്റെ വലിയ മൃദുവായ വാൽ ഒരു പുതപ്പ് പോലെ ശരീരത്തിനും മുഖത്തിനും ചുറ്റും ചൂടോടെ പറ്റിപ്പിടിച്ചു വെച്ചു. മരവിപ്പിക്കുന്ന തണുത്ത കാറ്റ് പൈൻ മരങ്ങളുടെ ഇലകളിലൂടെ ഒരു സംഗീതം പോലെ ഒഴുകി നടന്നു. പുറത്ത് മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നെങ്കിലും ആ കുഞ്ഞു കാവൽക്കാരൻ്റെ ഹൃദയത്തിൽ വലിയൊരു പ്രതീക്ഷയുടെ ചൂടുണ്ടായിരുന്നു.
അവൻ ശരീരപ്രകൃതി കൊണ്ട് വളരെ ചെറുതായിരിക്കാം, പക്ഷേ അവൻ ലോകത്തിന് നൽകുന്ന സന്ദേശവും അവൻ്റെ അതിജീവനത്തിൻ്റെ കഥയും വളരെ വലുതായിരുന്നു. ആ നിശബ്ദമായ പ്രാചീനമായ ഹിമാലയൻ കാട്ടിലെവിടെയോ കാറ്റിലിളകുന്ന മുളയിലകൾ തമ്മിൽ ഉരസി മൃദുവായി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അവ മനുഷ്യരോട് നിർത്താതെ മന്ത്രിക്കുന്നത് പോലെ തോന്നി. ചുവന്ന പാണ്ടകളെ സംരക്ഷിക്കൂ, അതിലൂടെ നമ്മുടെ കാടുകളെ സംരക്ഷിക്കൂ, അതിലൂടെ നമ്മുടെ ഈ മനോഹരമായ ഭൂമിയെ സംരക്ഷിക്കൂ.